ഹായ് ഒരുവൺ ഏവർക്കും ട്രാപ്പ് ട്രേഡ് മല്ലിന്റെ ഒരു ലൈവ് ട്രാപ്പ് ട്രേഡിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 6 ജൂൺ 2023. ഓക്കെ, ഇപ്പം നമ്മുടെ ഇന്നത്തെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിരുന്നു. മാർക്കറ്റ് ഗുഡ് മോർണിംഗ്. പോയിന്റ് ലാസ്റ്റ് മാർക്കറ്റ് ക്രിയേറ്റ് HNS ആൻഡ് ഇൻവൈറ്റ് സെല്ലേഴ്സ്. ഓക്കെ, ഇന്ന് മാർക്കറ്റ് ലാസ്റ്റ് ഡേ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ക്രിയേറ്റ് ചെയ്തിരുന്നു. അതിനൊപ്പം തന്നെ മാർക്കറ്റ് ഈ റെസിസ്റ്റൻസ് അതായത് ഡേ ഹൈ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തു. അതിൽ നിന്നും ഗ്യാപ്പ് അപ്പ് തന്നു. ഗ്യാപ്പ് അപ്പ് കണ്ടിന്യൂ താഴ്ത്തു വന്നു. എക്സാക്ട് പ്രീവിയസ് ഡേ ക്ലോസിന് സപ്പോർട്ട് എടുത്തു. ഇവിടെ ബയ്യേഴ്സിനെ സപ്പോർട്ട് എടുത്ത് ഈ ഏരിയയിൽ ബയ്യേഴ്സിനെ ട്രാപ്പ് ചെയ്തു. ഓക്കെ, ട്രാപ്പ് ചെയ്തു. അതിനൊപ്പം തന്നെ മാർക്കറ്റിൽ ഹെഡ് ആൻഡ് ഷോൾഡർ കൊണ്ടുവന്ന സെല്ലേഴ്സിന്റെ SL, ഡേ ഹൈ എന്ന് വന്ന സെല്ലേഴ്സിന്റെ SL അവൈലബിൾ ആണ്. സോ മാർക്കറ്റ് ഈ ഒരു സോണിന് താഴെ ട്രാപ്പ് ആകാൻ സാധ്യതയുണ്ട്. ലോ ട്രാപ്പിന് സാധ്യതയുണ്ടാവും. മാർക്കറ്റ് മുകളിലോട്ട് പോകാം. ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം നമ്മൾ എൻട്രി എടുത്തു. ഇവിടുന്ന് എക്സാക്ട് നമുക്കൊരു ഷോർട്ടിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു താഴത്തോട്ട്. ബിക്കോസ് ഷോർട്ടിംഗ് ഓപ്പർച്യൂണിറ്റി മീൻസ് ഒരു ഈ എക്സാക്ട് പ്രീവിയസ് ഡേയിലോ അല്ലെങ്കിൽ ഈ സോണിൽ ബൈ ചെയ്തിട്ട് മാർക്കറ്റ് റിമൂവ് ചെയ്യാറ്. ഇതൊരു സ്കാൽപ്പിംഗ് സെറ്റപ്പാണ്. ഞാൻ ഓൾറെഡി എപ്പോഴും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങളോട്. ഞാൻ ഇതിലും എന്റെ വെബിനാർ കാണാത്തവരാണ് വെബിനാർ അത് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഓക്കെ, പ്രീവിയസ് ഡേ ക്ലോസിൽ എങ്ങനെ സപ്പോർട്ട് എടുക്കുന്നവരെ മാർക്കറ്റ് റിമൂവ് ചെയ്യും. ഓക്കെ, അതൊക്കെ എന്റെ വെബിനാർ കാണുക, ഒന്നുകൂടി ക്ലിയർ ആവും. അതിനുശേഷം മാർക്കറ്റ് ഇപ്പോൾ നടക്കുന്നത് ക്ലിയർ ആയിട്ട് കണ്ടോ. ഈ സോണിനെ ബ്രേക്ക് ചെയ്ത് ഈ സോണിനെ വലിയൊരു ക്യാൻഡലോട് കൂടി ബ്രേക്ക് ചെയ്തു. ആ ബ്രേക്ക് ചെയ്തതിന് ശേഷം നിയർലി 3 മിനിറ്റ് ക്യാൻഡലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കണ്ടിന്യൂ സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഓക്കെ, സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. സോ ഇവിടെ ഈ ഏരിയയിൽ കണ്ടിന്യൂ ഒരു വലിയൊരു ക്യാൻഡിൽ വന്നതിന് ശേഷം ഒരു 3-4 ക്യാൻഡിൽ അതിന് താഴെ തന്നെ ഉണ്ടായി. അതിന്റെ ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ ഇവിടെ എൻട്രി എടുത്തു. ഇവിടെ നിന്ന് തന്നെ ഞാനൊരു കോൾ സെല്ലോട്ട് എൻട്രി എടുത്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മാർക്കറ്റ് കണ്ടിന്യൂ താഴത്ത് വന്നെങ്കിൽ ഇവിടുന്ന് പ്രീമിയം അധികം താഴത്തോട്ട് മൂവ് ആവുന്നില്ല. സോ കോൾ സെല്ലോട്ട് ഒരു ഫേവറിൽ പോകാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, ഈ ഏരിയയിൽ ഇനിയും സെല്ലേഴ്സ് വരാൻ സാധ്യതയുണ്ട്. മേ ബി നമ്മുടെ SL ഹിറ്റ് ആകും. വന്ന് SL ഹിറ്റ് ആയതിനു ശേഷം മുകളിലോട്ട് പോകാം. ബട്ട് മാർക്കറ്റിന് പോകണം മുകളിലോട്ട്. ഒരു സെൽ സൈഡിലോട്ട് ഓപ്പർച്യൂണിറ്റി ഞാൻ ഇവിടുന്ന് മാത്രം നോക്കിയില്ലായിരുന്നു. ഈ ഏരിയയിൽ കണ്ടോ, ഈ ഏരിയയിൽ സപ്പോർട്ട് എടുത്ത് കണ്ടിന്യൂ ഒന്ന് ഒരു സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. സോ മാർക്കറ്റിന് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അത് പോകാതിരിക്കാൻ മാർക്കറ്റിന്റെ ഇഷ്ടമാണ്. ഓക്കെ, എന്തൊക്കെയാലും ഇപ്പൊ ഒരു ലിക്വിഡിറ്റി ഇപ്പൊ ഒരു ക്രിയേറ്റിംഗ് ഏരിയയാണ്. ഇതൊരു ലിക്വിഡിറ്റി ക്രിയേറ്റിംഗ് ഏരിയ എന്ന് പറഞ്ഞതിന്റെ പിന്നെ റീസൺ എന്താ, ഈ മാർക്കറ്റ് ഈ സോൺ എല്ലാം ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്തു. ഈ ഏരിയയിലെ സെല്ലേഴ്സിനെ ഇൻവൈറ്റ് റീറ്റെയിലർ സെല്ലേഴ്സ് ഇവിടെയാണ് ആക്റ്റീവ് ആകുക. ഓക്കെ, റീറ്റെയിലർ സെല്ലേഴ്സ് ഇവിടെ ആക്റ്റീവ് ഈ വലിയൊരു ക്യാൻഡിൽ കണ്ടിട്ട്. ഓക്കെ, ഈ വലിയൊരു ക്യാൻഡിൽ ഡേലോ ബ്രേക്ക് ചെയ്ത് ഈ സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇതൊരു നല്ലൊരു സപ്പോർട്ട് സോൺ ആയിരുന്നു. നോക്കുക ഉണ്ടോ, ഈ ഏരിയയിലെല്ലാം മാർക്കറ്റ് ഏരിയ എല്ലാം റെസ്പെക്ട് ചെയ്ത ഒരു സോണാണ്. ഈ ഏരിയയെല്ലാം സപ്പോർട്ടായിട്ട് ഏരിയ സപ്പോർട്ട് എടുക്കുന്നു. അപ്പോൾ ഇവിടെ ഒബ്വിയസ്ലി ഈ ഏരിയയിൽ വരുമ്പോൾ റീറ്റെയിലേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇവിടുന്ന് ബൈ ചെയ്യുന്നുണ്ട്. ഈ ഏരിയയിൽ നിന്ന് ബൈ ചെയ്യും. അവരെ റിമൂവ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഈ ഏരിയയിൽ റീടെസ്റ്റ് ചെയ്ത് ഈ സോണിൽ റീടെസ്റ്റ് ചെയ്ത് സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. സോ ഈ ഏരിയയിൽ ഒരു മൊമെന്റം മുകളിലോട്ട് ഉണ്ടാകാൻ സാധ്യത. നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ കണ്ടിന്യൂസ് SL ഹിറ്റായി എന്ത് ഹിറ്റായി ഇവിടെ പ്രശ്നമില്ല. ബട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. മാർക്കറ്റിൽ വെയിറ്റ് ചെയ്തോണ്ട് മാത്രമേ കാര്യമുള്ളൂ. നമ്മൾ എൻട്രി എടുത്തു. നമ്മുടെ സെറ്റപ്പിനനുസരിച്ച് 35 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ ഫേവറേറ്റ് വലിയ വരാതിരിക്കും, എന്തോ ആയിക്കോട്ടെ. നമ്മൾ സെറ്റ് എൻട്രി എടുത്തു. സ്റ്റോപ്പ് ലോസിനെ റെസ്പെക്ട് ചെയ്യും. സ്റ്റോപ്പ് ലോസ് റെസ്പെക്ട് ചെയ്യും. ഓവർ ട്രേഡിങ് ചെയ്തില്ല. കമ്പ്യൂട്ടർ ഓക്കെ. ടാർഗറ്റ് ഹിറ്റ് ചെയ്താ സെയിം കണ്ടോ, ഈ ഒരു ഏരിയയിലാണ് ടാർഗറ്റ് വെച്ചിരുന്നത്. സെയിം ഈ ഏരിയയിൽ നിയർലി 100 പോയിന്റിന് അടുത്തൊരു ടാർഗറ്റും ഉണ്ട്. സോ ഹിറ്റ് ആകുമെന്ന് നോക്കാം. എനിവേ ഇത്രയേ ഉള്ളൂ. ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയതിനു ശേഷം ഞാൻ അറിയിക്കുന്നത്. ഓക്കെ, മാർക്കറ്റ് നമ്മുടെ ഫേവറിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഓക്കെ, ഏകദേശം നിയർലി നോക്കുക. ഇതിപ്പം മാർക്കറ്റ് പ്രീവിയസ് ഡേ ക്ലോസ് ചെയ്യുന്നു. സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഒരു ഇൻവേർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ പോലെ ഒരു പാറ്റേൺ ഉണ്ടാകാൻ സാധ്യത. സോ ഇവിടെ നിന്ന് ഈ ഏരിയയിൽ ഒരു മിനിറ്റ്, ഈ ഏരിയയിൽ ബയേഴ്സ് ഒന്ന് ട്രാപ്പ് ആകുമെന്ന് സാധ്യതയുണ്ട്. ഈ ഏരിയയിൽ നിന്ന് ട്രാപ്പ് ആകണമെങ്കിൽ ബയേഴ്സ് ട്രാപ്പ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സോണിന് മുകളിൽ പ്രീവിയസ് ഡേ ക്ലോസിന് എബോ മാർക്കറ്റ് താഴ്ത്തു വരാൻ. അതർവൈസ് ഈ ഏരിയ സെല്ലേഴ്സിനെ കണ്ടിന്യൂ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ എന്താ പറയുക, മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. സോ ഇതൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പൊ നിങ്ങളിപ്പോ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റിൽ നമ്മൾ എൻട്രി എടുത്തു, സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഫേവറിൽ 35 പോയിന്റ് നമുക്ക് മാർക്കറ്റ് ഓൾറെഡി തന്നു. ഓക്കെ, ഇവിടെ 35 പോയിന്റിന്റെ ഓൾറെഡി പ്രോഫിറ്റ് നമുക്ക് തന്നിരുന്നു. ഓക്കെ, വെയിറ്റ് ചെയ്യുക. 1:1 നമുക്ക് കിട്ടിയിട്ടുണ്ട്.
നിയർലി 45 പോയിന്റിനെ എബോവ് നമുക്ക് പ്രോഫിറ്റ് തരുവാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, 45ന്റെ എബോവ് തരികയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോപ്പ് ലോസിന് 35ന്ന് 30യിലോട്ട് കൊണ്ടുവരും. ഓക്കെ, അപ്പൊ 35 പോയിന്റ് ആണ്, അതിന്റെ 30യിൽ 5 പോയിന്റ് നമ്മൾ ലോസ് കുറയ്ക്കും. ഇത് നമ്മുടെ 1:2 തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഗ്രസീവായിട്ട് ഈ ഏരിയയിൽ അതിനെ ട്രെയിൽ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അഗ്രസീവായിട്ട് പ്രോഫിറ്റിനെ ട്രെയിൽ ചെയ്യാൻ തുടങ്ങും. ഇതാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിൽ ബയ്യേഴ്സിനെ ഈ ഏരിയയിലൊന്ന് ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഫേവറിൽ മാർക്കറ്റ് ഒരു 55 പോയിന്റിന്റെ മൂവ് തന്നു. ഓക്കെ, 55 നമ്മൾ എൻട്രി ചെയ്യുന്നു. 55 പോയിന്റിന്റെ നിയർലി 56 പോയിന്റിന്റെ എൻട്രി നമുക്ക് തന്നു. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എൻട്രിയിൽ നിന്ന്, ഓക്കെ, എൻട്രിയിൽ നിന്ന് നമ്മുടെ കോസ്റ്റ് കോസ്റ്റ്, അതായത് 1, 2, 3, 358 എൻട്രി എടുത്ത് 360യിൽ നമ്മൾ SL ഇട്ടിട്ടുണ്ട്. അതായത് നമ്മൾ ഇനി ലോസിൽ പോകുന്നില്ല. നമ്മുടെ ഫേവറിലായിരുന്നു മാർക്കറ്റ് വന്നത്. നിയർലി 56 പോയിന്റ് നമ്മുടെ 56 പോയിന്റ് പ്രീമിയം ആണ്. ഓക്കെ, പ്രീമിയം മൂവ് ആകുന്നുണ്ട്. പ്രീമിയം ഇവിടെ ഇത്ര ഡീക്കേ ആവുന്നില്ല ഈ ഏരിയയിൽ വെച്ച് നോക്കുമ്പോൾ. ബട്ട് ഒരു സഡൻ ഒരു മൂവ് വന്നാൽ തന്നെ നമ്മുടെ എൻട്രിയിൽ വന്ന് നമ്മുടെ എക്സിറ്റ് മീൻസ് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ കോസ്റ്റ് ടു കോസ്റ്റ് ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഇപ്പോൾ. അതിനെ ട്രിഗർ ചെയ്ത് മൂവ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാവുന്നത് മാർക്കറ്റിൽ എങ്ങനെ റീറ്റെയിലേഴ്സ് ഏത് ഏരിയയിലെല്ലാം എൻട്രി എടുക്കുന്നു, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഓപ്പറേറ്റേഴ്സ് എങ്ങനെ എൻട്രി ചെയ്യുന്നുണ്ടോ. ഇവിടെ ഒരു എന്താ പറയുക, നമ്മുടെ എൻട്രി എടുക്കാൻ പിന്നുള്ള റീസൺ, നമ്മൾ ഈ ഈ മൂവ് വന്ന് ഈ സോൺ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തപ്പോഴാണ് നമ്മൾ മുകളിലോട്ട് എൻട്രി എടുത്തത്. 120 പോയിന്റ്സ് ആണ് ഞാൻ നോർമലി ക്യാച്ച് ചെയ്യുന്നത്. ബട്ട് അതിന് മുന്നേ തന്നെ മാർക്കറ്റ് നിയർലി 50 സോൺ, ഈ ഏരിയയിൽ ഒരു 50, ഈ ഏരിയയിൽ നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ആയ ഒരു മൂവ് തന്നിരുന്നെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ആയ ഉടനെ ഞാൻ അഗ്രസീവ്ലി ട്രെയിൽ ചെയ്യാൻ ഇടുന്നുണ്ട്. 420യിലായിരുന്നു ഞാൻ അഗ്രസീവായിട്ട് ട്രെയിൽ ചെയ്യാൻ നിർദ്ദേശിച്ചത്. ബട്ട് മാർക്കറ്റ് അതിന് മുന്നേ റിവേഴ്സ് ആയി. അതിന് പിന്നെ റീസൺ നോക്കുക. ഇവിടെ മാർക്കറ്റ് ഒരു ഇൻവെർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ, ഓക്കെ, ഇൻവെർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ പോലെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ഓക്കെ, അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഈ പ്രീവിയസ് ഡേ ക്ലോസ് ബ്രേക്ക് ആയതും കണ്ടിന്യൂ മാർക്കറ്റ് ഇവിടെ കയറുന്ന ബയേഴ്സിനെ റിമൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എന്താ ചെയ്യണം, നമ്മൾ ഇവിടുന്ന് നോക്കേണ്ട കാര്യമില്ല. മാർക്കറ്റാണ് ഇപ്പൊ മാർക്കറ്റ് ഈ ഏരിയയിൽ റീറ്റെയിലേഴ്സ് പാർട്ടിസിപ്പേഷൻ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും വൺ സൈഡിലോട്ടൊരു മൂവ് കിട്ടുന്നു പറഞ്ഞാണ് നമ്മൾ എൻട്രി എടുത്തത്. ബട്ട് മാർക്കറ്റിന്റെ ബിഹേവിയർ വേറെ രീതിയിലായി, സൈഡ് വൈസ് ആയി. മാർക്കറ്റ് സൈഡ് വൈസ് ആൻഡ് വോളറ്റൈലിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണ് ഈ ഏരിയയിലെല്ലാം. സോ ഇവിടെ വന്നത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ പോലെയാണ്. ഓക്കെ, ഇപ്പൊ ഈ ഏരിയ സെല്ലേഴ്സിനെ വരുന്നത്. അപ്പം രണ്ട് സൈഡിലും ചാർട്ട് പാറ്റേൺസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ റീറ്റെയിലേഴ്സ് പാർട്ടിസിപ്പേഷന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റാണ്. സോ ഇങ്ങനെയുള്ള സമയങ്ങളിൽ മാക്സിമം ഇവിടെ മാർക്കറ്റ് നിയറിൽ നമ്മുടെ ഇവിടെ എൻട്രിക്ക് അടുത്തെത്തി. ഓക്കെ, നോക്കെ എൻട്രിക്ക് അടുത്തെത്തി. ബട്ട് നമ്മുടെ പ്രീമിയം ഇപ്പോഴും ഈ മുകളിൽ തന്നെ നമ്മുടെ ഫേവറിൽ തന്നെയാണ് നിൽക്കുന്നത്. പ്രീമിയം ഡൗൺ ആകുന്നില്ല. പ്രീമിയം ഡൗൺ ആവുന്നില്ല, ആ ഒരു രീതിയിലാണ്. ഇതിന് താഴെ മിക്കവാറൊന്നും വരാൻ സാധ്യതയുണ്ട്. അത് ക്വിക്കായിട്ട് വന്ന് നമ്മുടെ എന്റെ സ്റ്റോപ്പ് ലോസ് മീൻസ് കോസ്റ്റ് ടു കോസ്റ്റ് ട്രിഗർ ആകാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയാലും നമുക്ക് വെയിറ്റ് ചെയ്യൽ മാത്രമേ ഇപ്പം നടക്കുള്ളൂ. എൻട്രി എടുത്തതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ നമ്മുടെ പൊസിഷൻസ് എല്ലാം ഈ ഏരിയയിൽ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് വലിയ റീസൺ മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ വന്നൊരു ഡബ്ല്യു പാറ്റേൺ ഉണ്ടാക്കിയതിനു ശേഷം വെയിറ്റ് ചെയ്തു. പ്രീമിയം മൂവ് തന്നു. എക്സാക്ട് നമ്മുടെ 57 പോയിന്റ് പ്രീമിയം, ഓക്കെ, 57 പോയിന്റിന്റെ പ്രീമിയം ക്യാച്ച് ചെയ്യാൻ പറ്റി. 60 പോയിന്റ് നേരെ നോക്കിയിരുന്നു. ബട്ട് മാർക്കറ്റ് ഇതേപോലെ ഒന്ന് റീറ്റെയിലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ റീറ്റെയിലേഴ്സിന് പറ്റിയൊരു മൂവ് മാർക്കറ്റാണ് ഇനി വരാൻ പോകുന്നത്. സോ നിങ്ങൾ അത് മനസ്സിലാക്കിയെടുക്കുക. റീറ്റെയിലേഴ്സ് എവിടെ എൻട്രി ആകുന്നു അവിടെ സൈഡ് വൈസ് ആകാനോ വോളറ്റൈൽ ആകാനോ സാധ്യതയുണ്ട്. സോ നമുക്ക് കിട്ടിയ പ്രീമിയം അല്ലെങ്കിൽ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. സോ ആ ഏരിയയിൽ ഞാൻ ഈ ഇന്ത്യയിൽ എന്റെ പൊസിഷൻസ് എല്ലാം എക്സിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തു. ഇതിനുശേഷം ഒരു മൂവ് തരുമെന്ന്. ഈ ഒരു മൂവിൽ ഈ വന്ന മൂവിനകത്തും പ്രീമിയം കണ്ടോ, ഇവിടുന്ന് മൂവ് വന്നു. ബട്ട് ഇവിടുന്ന് പ്രീമിയം മുകളിലോട്ട് മൂവ് ആയില്ല. സോ ഞാൻ ഇവിടുന്ന് എന്റെ പൊസിഷൻ എക്സിറ്റ് ചെയ്യാൻ ആരംഭിച്ചു. ബിക്കോസ് ചെറിയൊരു മൂവ് വന്നപ്പോഴേയും ഇവിടെ പ്രീമിയം താഴത്തോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടോ ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള മാർക്കറ്റുകളിൽ കിട്ടിയ പ്രീമിയം അല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റിനെ നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, എനിവേ മാർക്കറ്റ് മൂവ് ആവുന്നില്ല, താഴത്തോട്ട് മൂവ് ആവുന്നില്ല. ബട്ട് പ്രീമിയം ഇവിടെ കണ്ടിന്യൂ താഴ്ത്തു വരുന്നുണ്ട്. ഇവിടെ കണ്ടു ഈ ഏരിയയിൽ ബയ്യേഴ്സ് ഇവിടെ ട്രാപ്പ് ആകാൻ വളരെയധികം ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ പ്രീമിയം ഡീക്കേ ആകാൻ തുടങ്ങുന്നത്. സോ എനിവേ നമ്മളിവിടെ നമ്മുടെ ട്രേഡ് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ ലൈവ് വീഡിയോയിലൂടെ ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെ ഞാൻ ട്രേഡ് എടുക്കുന്നതിനനുസരിച്ച്
എങ്ങനെ ഞാൻ ഈ ട്രേഡിനിടയിലുണ്ടാകുന്ന എൻ്റെ ഇമോഷൻസ്, എൻ്റെ ഇമോഷൻ കൺട്രോൾസ്, അതിനൊപ്പം തന്നെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു, ട്രേഡിനെ മാനേജ് ചെയ്യും. ഇതാണ് ഞാൻ ഇതിൽ പറഞ്ഞുതരാൻ വന്നത്. അല്ലാതെ അതർവൈസ് എൻ്റെ പ്രോഫിറ്റോ ലോസോ നിങ്ങളെ കാണിച്ചുകൊണ്ട് നിങ്ങളെ സന്തോഷിപ്പിക്കാനോ നിങ്ങളെ ആകർഷിക്കാനോ അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. സോ നിങ്ങൾ ട്രേഡിംഗ് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.